ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കളർഫുൾ കേക്കിൻ്റെ ഡെക്കറേഷനാണ്. ഐസിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കളേഴ്സൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. 4 കളറിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പൈപ്പ് മേലേക്ക് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം കേക്കിൽ ആ ഒരു ബേസ് വരുന്ന ഭാഗത്തുണ്ടല്ലോ, അതായത് ഇതുപോലെ ഒന്ന് ഡോട്ടായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ പൈപ്പ് മേഖലയിലേക്കൊന്ന് ഫില്ല് ചെയ്തിട്ട് ടിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കളേഴ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ യെല്ലോയും ഗ്രീനും പിന്നെ പിങ്ക് ബ്ലൂ അങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓരോ കളേഴ്സ് കൊടുത്തിട്ടും ആ ഒരു ചെറിയ ഗ്യാപ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ, അതൊന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കളേഴ്സ് കൊടുക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്യാനായിട്ട് നോക്കണേ. ഇപ്പോൾ നമ്മൾ കേക്ക് ബേസിൽ ആ ഒരു 4 കളർ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു കേക്കിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ഡിസൈൻ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ ആ ഒരു ടോപ്പിലേക്ക് കൊടുക്കാം കേട്ടോ. നമ്മൾ നോസിൽ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ ടിപ്പ് ഉണ്ടല്ലോ, ആ ഒരു ബോൾ ടിപ്പ് നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ബലൂൺ ടിപ്പാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു കളേഴ്സ് എല്ലാം ആ ഒരു 4 കളേഴ്സും ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ടല്ല, നമുക്കൊന്ന് ഒരു ബാഗിലേക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കളറൊക്കെ അങ്ങ് ചേഞ്ച് ആയിപ്പോവും. എന്നിട്ട് ഇതുപോലെ ഫ്ലവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 ഫ്ലവർ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കേക്കിൽ ആ ഒരു സൈഡ് വരുന്നുണ്ടല്ലോ, ഒരു എഡ്ജിലായിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള സെയിം കളേഴ്സ് തന്നെ ഒന്ന് ഇതുപോലെ ഡോട്ടായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ സൈസിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ കളേഴ്സും എടുക്കണമെന്നില്ല കേട്ടോ, 2 3 കളർ യൂസ് ചെയ്തിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചേർന്ന് വരുന്ന രീതിയിൽ കൊടുക്കണേ. അപ്പോൾ നമ്മൾ ആ ഒരു കേക്കിലെ എഡ്ജിൽ ഇതുപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു സ്ക്യൂർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ആ ഒരു സ്ക്യൂറിൻ്റെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ ഒന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീമിലൊന്ന് ഫില്ല് ചെയ്തെടുത്താലും മതി കേട്ടോ. പൈപ്പ് മേഖലയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇതുപോലെ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ തീരെ ചെറിയ സൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു ഷുഗർ ബോൾസും ഒക്കെ ഒന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞു കേട്ടോ, നമ്മുടെ കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി കേക്കിലേക്ക് മാറ്റർ കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ കേക്ക് ബേസിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു കേക്കിൻ്റെ ടോപ്പിൽ തന്നെ ഫ്ലവർ കഴിഞ്ഞിട്ട് ആ ഒരു പോർഷനിലായിട്ട് ചരിഞ്ഞ് വരുന്ന രീതിയിലൊന്ന് റൈറ്റ് ചെയ്തെടുത്താലും മതി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഡെക്കറേഷനായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും കരുതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്